ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇടമുറിയാതെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ചോർന്നിട്ടില്ല. അതിനിടയിലാണ് ഈ രീതിയിൽ ഈ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഈ പുന്നപ്പുഴയിൽ ഈ രീതിയിൽ വലിയ ജലപ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് രാത്രി ഉറക്കല്ല. വാതിലും അതുപോലെ ജനാലൊക്കെ തുറന്നു നോക്കിയിട്ട് ഞങ്ങൾ വീടിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ, പിന്നെ പുഴയുടെ വെള്ളത്തിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് പേടിച്ച് മക്കളെയും കൂട്ടിപ്പിടിച്ച് ഉറങ്ങാതിരിക്കുക. ഞങ്ങൾ ഈ ഒരു മഴയോട് കൂടിയിട്ട് അവിടെ എല്ലാം വെള്ളമായി, റോഡ് പോയി. ഇപ്പോൾ ഞങ്ങൾ ആശങ്കയിലാണ്. സർക്കാരിൻ്റെ പുനരധിവാസ ലിസ്റ്റിലില്ല. മറ്റുള്ള 9,000 ദിനപത്ര കൊടുക്കുന്ന ആ ലിസ്റ്റ് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. ഇന്ന് ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളിന്ന് പെരുവഴിയില്ല. ഇനി മരണമെങ്കിൽ മരണോ, ഞങ്ങൾക്ക് വേറെ പോകാൻ കഴിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ നിങ്ങൾ മാറി താമസിക്കണം എന്നാണ് പറഞ്ഞത്. എൻ്റെ കുടുംബത്തൊക്കെ 22 ആൾ ഇതിലൂടെ ഒഴുകി ചാലിയാർന്ന കൊടുന്നത്. ഇവർ അനാസ്ഥ കൊണ്ടാണ്. ശക്തമായ മഴ ഉണ്ടാക്കുന്ന ആശങ്കക്കൊപ്പം തന്നെയാണ് ഈ ചൂരൽമല പ്രദേശത്തുള്ള ഈ നാട്ടുകാർ, തദ്ദേശീയരായ ആളുകൾ, ഇവിടെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഇവരൊക്കെ ഈ പ്രദേശം റെഡ് സോൺ ആയി തിരിച്ചതോടുകൂടി വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഈ വേലിപ്പാലത്തിൻ്റെ അവിടെ വെച്ചാണ്ട് ആളുകളൊക്കെ തടയാണ്. ഒരാൾ പോലും ഇങ്ങോട്ട് കടക്കുന്നില്ല. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനുള്ള വഴിയില്ല. ഇപ്പോൾ ഇത് നമ്മളെ കടയാണിത്, പക്ഷെ തുറന്നിട്ട് കാര്യമില്ല. അപ്പോൾ വല്ലപ്പോഴും വന്നൊരു 10 മിനിറ്റ് തുറന്ന് വെറുതെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ വാടക കൊടുക്കണം. ഇവിടെ കറണ്ടില്ല. സർക്കാരായിട്ടോ അല്ലെങ്കിൽ വേറെ വ്യക്തികളായിട്ടൊന്നും ആരും യാതൊരു ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കമില്ല, ഊണില്ല, ഞങ്ങളെ വീട്ടിൽ ഭക്ഷണമില്ല, വീടുകൾ വിണ്ട് കീറി ഇടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതുവരെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഞങ്ങൾക്കൊരു ഉപജീവന മാർഗ്ഗങ്ങളില്ല. വൈകുന്നേരമായ കറണ്ടില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ സുഖമില്ലാത്ത ഒരാൾക്കാരെ കൊണ്ടുപോകണമെങ്കിൽ റോട്ടിൽ ഫുള്ളായിട്ട് ആന, വന്യമൃഗ വിഷമം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇടിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിൽ നിങ്ങൾ മണ്ണ് ഒലിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം കലക്ക് വെള്ളവും മണ്ണുകളും വന്ന് ഞങ്ങളാണ് അവരെ സംരക്ഷിച്ചത്. 10-200 ആൾക്കാർ ജോലിക്ക് പോയിരുന്ന ആൾക്കാരെ ഞങ്ങളെ സ്വന്തം ചെലവിൽ ഞങ്ങൾ ജനങ്ങളെ ഇതുകൊണ്ട് പ്രാജ്ഞത കൊണ്ടാണ് ഞങ്ങൾ അവരെ ഇന്ന് രക്ഷപ്പെടുത്തിയത്. അത്ര പോലും സർക്കാരിൻ്റെ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല. അതിജീവനം, ഉപജീവനം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. വൈദ്യുതി ഇല്ലാത്ത സാഹചര്യം, അങ്ങനെ തുടങ്ങി ജീവിത പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യങ്ങളിൽ 2 പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത്.